ടീച്ചറോട് ഒരു ചോദ്യങ്ങൾ കൂടെ ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ട്. അല്പം സമയം കൂടെ വേണം. അപ്പോൾ ആ ടീച്ചർ കരുണയുള്ള ദയുള്ള ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചർ ഇങ്ങനെ പറയും, നിനക്ക് 10 മിനിറ്റ് കൂടി ഞാൻ അനുവദിച്ചിരിക്കുന്നു, 10 മിനിറ്റ് കൂടി അനുവദിച്ചിരിക്കുന്നു. ഈ 10 മിനിറ്റിനുള്ളിൽ നിനക്ക് ചെയ്തു തീർക്കേണ്ടതെല്ലാം നീ ചെയ്തു തീർക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ ആ കുട്ടി ഒരുപക്ഷെ മനസ്സിൽ ഇപ്രകാരം പറയും, രക്ഷപ്പെട്ടു. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്തു തീർക്കാത്തതും ചെയ്തു തീർക്കുവാൻ ആവശ്യമുള്ളതുമായ ഒരു കാര്യം ചെയ്തു തീർക്കുവാനായിട്ട് നീട്ടിക്കിട്ടുന്ന സമയമാണ് ഈ രക്ഷ. ഒന്നുകൂടെ ഞാൻ പറയാം, ചെയ്തു തീർക്കേണ്ടതും എന്നാൽ ചെയ്തു തീർത്തിട്ടില്ലാത്തതുമായ ഒരു കാര്യം ചെയ്തു തീർക്കുവാനായി നീട്ടിക്കിട്ടുന്ന സമയമാണ് ഈ രക്ഷ. പത്രോസ് പറയാണ്, വിശ്വാസികളെ, സഹോദരന്മാരെ, യേശുക്രിസ്തുവിന്റെ വരവിന്റെ താമസത്തെ നിങ്ങൾ രക്ഷ എന്ന് വിചാരിക്കണം. എന്തുകൊണ്ടാണ് അവൻ വരുവാൻ താമസിക്കുന്നത്? അതിന്റെ ഉത്തരം 14-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. പത്രോസ് പറയുന്നു, അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അവൻ വരുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെ കാണപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ വന്നിരുന്നെങ്കിൽ അങ്ങനെ കാണപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം കൂടെ അനുവദിച്ചു തന്നു. എത്രയോ ഡിസംബർ മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. എത്രയോ ഡിസംബർ 31-ാം തീയതി നാം സാക്ഷ്യം അറിഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷാവസാനം നാം കണ്ടുപോയിട്ടുണ്ട്. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്കും കർത്താവ് നമ്മെ കൊണ്ടുവന്നു. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം പത്രോസ് പറയുന്നു, അവൻ നിങ്ങളെ സമാധാനത്തോടെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കിന്റെ ആശയം എന്താണ്? ആ വാക്കിന്റെ ആശയം വേദപുസ്തകത്തിൽ സമാധാനം എന്നുള്ള വാക്കും പല പശ്ചാത്തലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു ആന്തരികമായ സ്വസ്ഥതയാണ്. എന്ന് പറഞ്ഞാൽ ചിന്താകുലമില്ലാത്ത അവസ്ഥ. നിങ്ങൾ ചിന്താകുലപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞു. എന്നാൽ സമാധാനം എന്നുള്ള വാക്ക് മറ്റൊരു പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ വാക്കിന്റെ ആശയം എന്താണ്? ആ വാക്കിന്റെ ആശയം ചിന്താകുലമില്ലായ്മ അല്ല. ആ വാക്കിന്റെ ആശയം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നമുക്ക് ദൈവത്തോട് നിരപ്പുണ്ട്. അവിടെ സമാധാനം എന്നുള്ള വാക്കിന്റെ ആശയം ദൈവവുമായിട്ട് ശത്രുത ഉണ്ടായിരുന്നു, ആ ശത്രുത അവസാനിച്ചു, നിരപ്പ് വന്നു. നമുക്കെതിരായിട്ട് ദൈവത്തിന് പരാതികൾ ഉണ്ടായിരുന്നു, ആ പരാതികളെല്ലാം തീർന്നു, സമാധാനമുണ്ടായി. പരാതി ഉള്ളിടത്തോളം സമാധാനമില്ല, ആരോപണങ്ങൾ ഉള്ളിടത്തോളം സമാധാനമില്ല. സമാധാനം വരണമെങ്കിൽ ആരോപണങ്ങൾ അവസാനിക്കണം, പരാതികൾ തീരണം. ദൈവത്തിന് നമുക്കെതിരായി പരാതികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ന്യായപ്രമാണം തെറ്റിച്ചു, എല്ലാവരും പാപം ചെയ്തു, ദൈവജനസ് ഇല്ലാത്തവരായി തീർന്നു. എന്തെല്ലാം ആരോപണങ്ങളാണ്, എന്തെല്ലാം പരാതികളാണ് ദൈവത്തിന് മനുഷ്യർക്കെതിരായിട്ട് പറയുവാനായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എല്ലാ ആരോപണങ്ങളും അവസാനിച്ചു, എല്ലാ പരാതികളും അവസാനിച്ചു. അവന് ദൈവവുമായിട്ട് നിരപ്പ് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്തോട് സമാധാനമുണ്ട്, ശത്രുത അവസാനിച്ചു. എന്നാൽ ഇവിടെ പറയുന്നത്, പത്രോസ് പറയാണ്, അവൻ വരുമ്പോൾ നിങ്ങളെ സമാധാനത്തോടെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വാക്കിന്റെ ആശയം എന്താണ്? ഈ വാക്കിന്റെ ആശയം അല്പം കൂടെ മുമ്പോട്ട് പോയാൽ ഞാൻ പറയട്ടെ. നമുക്കിപ്പോഴുള്ള സമാധാനം, ദൈവവുമായിട്ടുള്ള സമാധാനം, അതൊരു പൊസിഷനാണ്. പ്രായദാനം വേണം. സമാധാനം എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്, പരാതികൾ ഇല്ലാത്ത അവസ്ഥ. എനിക്ക് എൻ്റെ സഹോദരനെതിരായിട്ട് പരാതി ഉണ്ടെങ്കിൽ, ആരോപണമുണ്ടെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും സമാധാനത്തിലല്ല.
സമാധാനത്തിലാകണമെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രയാസം പറഞ്ഞു തീർക്കണം, ആ പ്രശ്നം തീരണം. പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങളെ സമാധാനത്തോടെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവും നാമും തമ്മിൽ പ്രായോഗികമായ ജീവിതത്തിൽ പരാതികളുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ശരിയാണ്, ദൈവത്തിനെതിരായിട്ട് നമുക്ക് ആർക്കും പരാതിയില്ല. ദൈവത്തിന് സാക്ഷ്യം പറയും, അവൻ എനിക്ക് നല്ലവനായിരുന്നു. അതല്ലാതെ ആരും പറയുകയില്ല, അവൻ എനിക്ക് നല്ലവനായിരുന്നു. നമുക്ക് ആർക്കും ദൈവത്തിനെതിരായിട്ട് പരാതിയില്ല. എന്നാൽ മറിച്ച് ചിന്തിക്കണം, ദൈവത്തിന് എനിക്കെതിരായിട്ട് എന്തെങ്കിലും പരാതിയുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ, എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് നീ കാണുന്നുണ്ടോ? എഫെസോ സഭയോട് യേശുക്രിസ്തു പറഞ്ഞു, നിനക്കെതിരായിട്ട് ഒരു കുറ്റം എനിക്ക് പറവാനുണ്ട്. അതൊരു പരാതിയാ, അതൊരു ആരോപണമാ. അതുള്ളിടത്തോളം കാലം സമാധാനമില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ആരോപണം അവസാനിക്കണം. സമാധാനം ഉണ്ടാകണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. എനിക്ക് നിന്നോട് ഇത് പറയാനുണ്ട്. യേശുക്രിസ്തു ഒരിക്കൽ ശിമോൻ എന്ന പരീശന്റെ വീട്ടിൽ ചെന്നു. അവിടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ